നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. എൻ്റെ പാഠപുസ്തകത്തിലെ ഹീറോ, മടിയിൽ കനമില്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ടതില്ല എന്ന പഠിപ്പിച്ച ഗുരുനാഥൻ. ഏറ്റവും ഒടുവിൽ പി ദിവ്യയെ തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഈ ഗുരുനാഥൻ ശ്രീ പിണറായി വിജയൻ. എല്ലാ പാപഭാരവും ദിവ്യയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ CPM പെടാപ്പാട് പെടുമ്പോഴാണ് ദിവ്യയ്ക്ക് അസ്ഥാനത്ത് ഇങ്ങനെ ഒരു അടി ലഭിക്കുന്നത്. അനുകൂലിച്ച ജയരാജൻ പോലും ഏറ്റവും ഒടുവിൽ ദിവ്യയാണ് ഈ മരണത്തിന് ഉത്തരവാദി എന്ന് കുറ്റപ്പെടുത്തി കാലുമാറുകയാണ് ചെയ്തത്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമായി മാറിയാൽ ഏറ്റവും അധികം പ്രതിരോധത്തിലാകുന്നത് പാർട്ടി തന്നെയാണ്. ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരുപക്ഷെ പലരും പ്രതിസ്ഥാനത്ത് പോലും എത്തിയേക്കാം, പല കുംഭകോണങ്ങളും പുറത്തു വന്നേക്കാം. അതിലും നല്ലത് ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയായി ദിവ്യയെ മാറ്റിക്കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ ഒതുക്കി തടി തപ്പുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇതുതന്നെയാണ് CPMഉം ഇന്ന് കരുതുന്നത്. നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നവീൻ്റെ ഭാര്യ മഞ്ജുഷയുടെ ആവശ്യം നിറവേറ്റാനായി ഒരുങ്ങുന്നു. CBI അന്വേഷണം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ലഭിക്കാതെ ഒരടി പോലും പിന്നോട്ടില്ല എന്ന കാര്യത്തിൽ ഉറച്ചു പറയുന്നു മഞ്ജുഷയും. മരണത്തിൽ നിലവിലെ അന്വേഷണ സംഘത്തിൽ യാതൊരുവിധ വിശ്വാസ്യതയുമില്ല എന്ന് നവീൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. CBI അല്ലെങ്കിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചെങ്കിലും ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കണം. പല ദുരൂഹതകളും മറനീക്കി പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോഴും അവർ മറച്ചു പിടിക്കുന്ന പല കാര്യങ്ങളും എണ്ണി പറയുന്നു മഞ്ജുഷ. ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലിലാണ് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. കേസ് അന്വേഷിക്കുന്നത് മികച്ച സംഘമാണെന്നാണ് കോടതിയിൽ സർക്കാർ വാദിക്കുന്നത്. അപ്പീൽ നിലവിൽ വിധി പറയാനായി മാറ്റിയെങ്കിലും CBI അന്വേഷണം വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് കുടുംബം പങ്കുവയ്ക്കുന്നത്. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കാനായി എടുത്തു. നിലവിലുള്ള അന്വേഷണ സംഘത്തിൽ ഒരു തരി പോലും വിശ്വാസമില്ല എന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ കോടതിയിൽ തറപ്പിച്ചു പറഞ്ഞു. മരണത്തിൽ ഒട്ടനവധി ദുരൂഹതകളും നിഗൂഢതകളും സംശയങ്ങളുമുണ്ട്. അത് പോസ്റ്റ്മോർട്ടം മുതൽ തന്നെ ആരംഭിക്കുന്നു. പോസ്റ്റ്മോർട്ടം പോലും അട്ടിമറിക്കപ്പെട്ടു. നവീൻ്റെ അടിവസ്ത്രത്തിലെ രക്തം കണ്ടപ്പോൾ അത് മൂത്രത്തിലേക്കല്ലാകാമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ തള്ളിക്കളയുന്നു. എന്ത് നിസ്സാരവൽക്കരിച്ചാണ് ഇത്രയും വലിയൊരു വിഷയത്തെ നോക്കിക്കാണുന്നത്, അതും MBBS ഡോക്ടർ. നവീൻ്റെ മരണത്തിൽ ഗൂഢാലോചനയുള്ളതൊക്കെ തന്നെ പുറത്തു വരണം. ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു അന്വേഷണം മാത്രമാണ്, പഴുതുകൾ അടയ്ക്കാനുള്ള നീക്കമാണ്. ദിവ്യയുടെയും കണ്ണൂർ കളക്ടറുടെയും പ്രശാന്തിൻ്റെയും ഫോൺ കോൾ രേഖകൾ പോലും ഇതുവരെയും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടില്ല എന്നാണ് നവീൻ്റെ ഭാര്യ പറയുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് CBI അന്വേഷണത്തെ പൂർണ്ണമായും എതിർത്തിരുന്നു, തള്ളിക്കളഞ്ഞിരുന്നു. CBI ഇല്ലെങ്കിൽ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചെങ്കിലും അന്വേഷിക്കണമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ കുടുംബം ആവശ്യപ്പെടുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണം. സത്യം പുറത്തു കൊണ്ടുവരിക മാത്രമാണ് തൻ്റെ ലക്ഷ്യം. മറ്റു ഗൂഢ ലക്ഷ്യങ്ങളൊന്നും തന്നെ ഇതിനു മുന്നിൽ കാണിക്കേണ്ടതായിട്ടില്ല. കേരള മനസാക്ഷിക്ക് മുന്നിൽ തന്നെ ഇത് തുറന്നു പറയേണ്ടതായിട്ടുള്ള ബാധ്യത തനിക്കുണ്ട്. കേസ് ഡയറി ഉൾപ്പെടെ കോടതി പരിശോധിക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. പക്ഷേ നവീൻ്റെ ഭാര്യ പറഞ്ഞ എല്ലാ രേഖകളും കോടതി പരിശോധിച്ചു കഴിഞ്ഞെന്നും നിലവിൽ മികച്ച അന്വേഷണ സംഘം തന്നെയാണ് മുന്നോട്ട് കേസ് കൊണ്ടുപോകുന്നതെന്നാണ് സർക്കാർ കോടതിയിൽ പറയുന്നത്. ജസ്റ്റിസ് PB സുരേഷ് കുമാറും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് കേസിൻ്റെ വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. ഇനി PP ദിവ്യയുടെ കാര്യം പറഞ്ഞാൽ ഏറെ പരിതാപകരമാണ്. പ്രായപരിധി മാനദണ്ഡങ്ങളുടെ പേരിൽ 76-കാരിയായ PK ശ്രീമതി ഒഴിയുന്ന ഘട്ടത്തിൽ അവർക്ക് പകരം പാർട്ടി കണ്ടുവച്ച മിടുക്കിയായ ഒരു നേതാവായിരുന്നു PP ദിവ്യ. സംസ്ഥാന കമ്മിറ്റി അംഗത്വം പോലും ഉറപ്പിച്ചിരിക്കെ ജില്ലാ സമ്മേളന പ്രതിനിധി പോലും ആകാൻ കഴിയാതെ എല്ലാ പാപഭാരവും തലയിൽ കെട്ടിവെച്ച് പടിയിറങ്ങേണ്ടി വന്നു. ദിവ്യയ്ക്ക് പണിയായി മാറിയത് നവീൻ ബാബുവിനോടുള്ള ഏറ്റവും അപക്വമായ പെരുമാറ്റവും ദുർവാശിയുമായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും വിവാദത്തിലാക്കി, വലിച്ചിഴച്ചു. എന്തായിരുന്നാലും ഇത്തവണത്തെ CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സമ്മേളന പ്രതിനിധി ഉറപ്പായും ആകേണ്ട ഒരു വ്യക്തിയായിരുന്നു, വനിതാ നേതാവായിരുന്നു ജില്ലാ പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള PP ദിവ്യ. പക്ഷേ പാർട്ടി വിലയിരുത്തിയതുപോലെ സ്വന്തം തീരുമാനപ്രകാരം ചെയ്ത ധിക്കാരപരമായ ഒരു പ്രവൃത്തി കാരണം ജില്ലാ സമ്മേളനത്തിൽ പോലും ഒരു പ്രതിനിധിയാകാൻ ദിവ്യയ്ക്ക് കഴിഞ്ഞില്ല. ഇനി ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി പോലും തുലാസിലാണെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. സബ് കളക്ടറായിരുന്ന നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് സമ്മേളനത്തിൽ പാർട്ടി മര്യാദകൾക്ക് നിരക്കാത്ത വിധത്തിൽ പങ്കെടുത്ത് ദിവ്യ നടത്തിയ അവഹേളന പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം അത് നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണമായി എന്ന് ജില്ലാ സമ്മേളനത്തിൽ തന്നെ പാർട്ടി പോലും അംഗീകരിച്ചു. അതോടെ ദിവ്യയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയും വെച്ചു. അതോടെ ദിവ്യ ജയിലിലാവുകയും തിരികെ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന സകലമാന പദവികളിൽ നിന്നും നീക്കുകയും ചെയ്തു. അതിന് നേരത്തെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പോയിരുന്നു.
ഫലത്തിൽ അപക്വമായ ഒരു പെരുമാറ്റം ദിവ്യ തൽക്കാലത്തേക്കെങ്കിലും പാർട്ടിയുടെ മുഖ്യധാരയിൽ നിന്നും ചവിട്ടി പുറത്താക്കാൻ കാരണക്കാരിയായി. ഇതല്ലായിരുന്നെങ്കിൽ മലബാർ ലോബിയുടെ മുഖ്യധാരയുടെ ഭാഗമായി ദിവ്യ മാറിയിരുന്നേനെ. മാത്രവുമല്ല, നവീൻ ബാബുവിൻ്റെ മരണശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ ഈ സംഭവത്തിലേക്ക് വലിച്ചിഴച്ച് ഒരു വ്യാജ പരാതി സൃഷ്ടിച്ച് ഏറെ മുഖ്യമന്ത്രിയെ അടക്കം നാറ്റിച്ചു. ഇതാണ് അദ്ദേഹത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ തന്നെ ഒരു മലയോളം പ്രശ്നങ്ങളും വിവാദങ്ങളും നിൽക്കുമ്പോഴാണ് നവീൻ ബാബു വിഷയവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗത്വവും ഏറെക്കുറെ ദിവ്യയ്ക്ക് ഉറപ്പായത് ഈ നിലയ്ക്ക് തട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്തത്. പാർട്ടിക്ക് തന്നെ അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിൽ ദിവ്യ ഈ ചുമതലകളൊക്കെ തന്നെ ദുരുപയോഗിച്ചു എന്നുള്ളതാണ് വിനയായി മാറിയത്. അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം അവനവൻ അനുഭവിക്കണമെന്നും പാർട്ടി അംഗത്വത്തിന് നിരക്കാത്ത പെരുമാറ്റമാണ് ദിവ്യ നടത്തിയതെന്നുമാണ് പിണറായി വിജയൻ്റെ പ്രസ്താവന. PP ദിവ്യയ്ക്ക് ജാഗ്രത കുറവുണ്ടായെന്ന CPM ജില്ലാ സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നാണ് മുഖ്യമന്ത്രി മറുപടിയും പറഞ്ഞത്. സ്വന്തമായി അനുഭവിച്ചു കൊള്ളുക, അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെയില്ല. പാർട്ടിയുടെ സംരക്ഷണം തേടേണ്ട ആവശ്യകതയെ വരുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുമ്പോൾ പുലർത്തേണ്ട ജാഗ്രത അത് ദിവ്യയ്ക്കുണ്ടായില്ല. ജാഗ്രത കുറവുണ്ടായി. ADMന്റെ മരണത്തിൽ ജില്ലാ ഘടകത്തിൻ്റെ നിലപാടിൽ തെറ്റൊന്നും തന്നെ ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. നടപടിയെടുത്താലും നമ്മൾ സഖാവായിട്ടാണ് ജീവിക്കേണ്ടത്. അച്ചടക്ക നടപടി തെറ്റിതിരുത്തൽ പ്രക്രിയയാണ്. തെറ്റിതിരുത്തി തിരിച്ചു വരാമെന്നാണ് പിണറായി വിജയൻ ദിവ്യയോട് പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.